CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വെള്ളാർമല സ്കൂൾ പുതുതലമുറയുടെ പാഠപുസ്തകമെന്ന റവന്യൂ മന്ത്രി കെ രാജൻ കവിയും മാധ്യമപ്രവർത്തകനുമായ സുബീഷ് തെക്കൂട്ടിന്റെ രണ്ടാമത് കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചങ്ങരംകുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പന്താവൂർ സ്വദേശികളായ അജ്മൽ, ഷനൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൃഷിവകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും നാളികേര കർഷകർക്ക് ലോകബാങ്ക് അനുവദിച്ച 139 കോടി രൂപയുടെ സഹായം വകമാറ്റി ചെലവഴിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയും കർഷക കോൺഗ്രസ് പൂക്കോട് മണ്ഡലം കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. സ്വകാര്യ ബസ്സും KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ആർക്കും പരിക്കില്ല. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വ്യക്തമായ ആശയവും ആദർശവുമില്ലെന്നും പണ്ടു പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ പറയുന്നതെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. BJP തൃശൂർ നോർത്ത് ജില്ലാ ഓഫീസ് അടൽ ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന വായനാ വസന്തത്തിന്റെ കുന്നംകുളം താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 89ാം വാർഷികാഘോഷം കേരള കലാമണ്ഡലം നൃത്തവിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ രജിത രവി ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി കുന്നത്തേരി കോളനി ഇനി മുതൽ പൗർണമി നഗർ എന്ന പേരിൽ അറിയപ്പെടും. കോളനി എന്ന പദം ഒഴിവാക്കണമെന്ന സർക്കാർ ഉത്തരവിന്റെ ഭാഗമായാണ് കോളനിക്ക് പൗർണമി നഗർ എന്ന് നാമകരണം നൽകിയത്. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ യൂഹനോൻ മാംദാനയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ കൽക്കുരിശ് പെരുന്നാൾ ആഘോഷിച്ചു. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിച്ചു. വയലത്തൂർ താമരക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. മെയ് 8 മുതൽ 11 വരെയുള്ള തീയതികളിലായിട്ടായിരുന്നു ആഘോഷം. ചാവക്കാട് അഞ്ചങ്ങാടിയിൽ ഓപ്പൺ ജിം പ്രവർത്തനം തുടങ്ങി. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുക, എല്ലാവരുടെയും ആരോഗ്യം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഓപ്പൺ ജിം ഒരുക്കിയത്. പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വേനലവധി ക്യാമ്പ് ആരംഭിച്ചു. അറിവരങ്ങ് എന്ന പേരിൽ നടത്തുന്ന ക്യാമ്പ് കാട്ടകമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. തമ്പുരാൻപടി റെഡ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിൽ നടത്തിയ നിർമ്മൽ സ്മാരക അഖില കേരള ഫ്ലഡ് ലൈറ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. കാക്കശ്ശേരി മുഹിയുദ്ദീൻ പള്ളി ദാറുൽ ഖുർആൻ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാറും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയിൽ നഴ്സസ് ദിനാചരണം നടത്തി. ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ സംഘടിപ്പിച്ച നഴ്സസ് ദിനത്തിന്റെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം നിർവഹിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനായിരുന്ന T മനോജിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. മന്നാലാംകുന്ന് വിൻഷെയർ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 15 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കായി ഏകദിന അവധിക്കാല പഠന ക്യാമ്പ് നടത്തി. പട്ടിത്തടം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുന്ന കൃഷിഭവൻ ധർണയുടെ ഭാഗമായി ഒരുമനിയൂർ കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. കോട്ടോൽ മഹല് സെൻട്രൽ ജുമാ മസ്ജിദ് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് മെമ്പറുമായിരുന്ന TC ഭാസ്കരന്റെ 6ാം ചരമവാർഷികം കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.